ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ തിരുവല്ല മാവേലിക്കർ റൂട്ടിൽ ഞാൻ പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. കാവുംഭാവം ഭാഗത്തായിട്ടാണിത്. ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇതുപോലെ പ്രാവുകൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടനുണ്ട്. 33 വർഷമായിട്ട് അദ്ദേഹം ഇവിടെ ഉണക്കമീൻ കച്ചവടം ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ അദ്ദേഹമായിട്ടൊന്ന് ഇതിനു മുമ്പ് തന്നെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോകൾ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുവഴി അപ്രതീക്ഷിതമായിട്ട് ഇതുവഴി വന്ന സമയത്താണ് ഇവിടെ പ്രാവുകളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള വിവരം നമുക്ക് അദ്ദേഹത്തോടു കൂടി ഒന്ന് ചോദിക്കാം. അപ്പോൾ ഇതിന് കുറേ വർഷങ്ങളായിട്ട് അന്നം കൊടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പേരെന്തായിരുന്നു? ശശിച്ചേട്ടനാണ്. അപ്പോൾ ശശിച്ചേട്ടൻ എത്ര വർഷമായിട്ട് ഇതിന് ഭക്ഷണം കൊടുക്കുന്നതെന്ന് നമുക്ക് ചോദിക്കും. ചേട്ടൻ ഇപ്പോൾ ഇതിന് എത്ര വർഷമായിട്ട് അന്നം കൊടുക്കുന്നുണ്ട്? ഒരു 8 വർഷമായിട്ട് ഇപ്പോൾ കൊടുക്കുന്നു. 8 വർഷമായിട്ട്. അപ്പോൾ എത്ര വർഷമായിട്ട് ചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്? 32-33 വർഷമായി ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ അടുത്ത വീട്. അതുകൊണ്ട് അതല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്രതീക്ഷിതമായിട്ട് ചേട്ടൻ എങ്ങനെ അതിനെ കൊടുത്തു തുടങ്ങി? ഇത് ഞാനിവിടെ കച്ചവടം തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഇവിടെ വരും, ഇവിടെ വന്ന് റോഡിൽ നല്ല കൊത്തിപ്പറിക്ക് തിരുന്ന് കണ്ടപ്പം എനിക്കും തോന്നി ഇച്ചിരിച്ച് അരിയോ ഗോതമ്പോ മേടിച്ചതിന് കൊടുത്താൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ഇച്ചിരി ഇട്ടോട്ട് കൊടുത്തപ്പം ഇഷ്ടം പോലെ ആയി. അപ്പോൾ ഇവര് ഈ സമയത്താണോ? ഞാൻ 12 മണി കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കുന്നതെന്നും ഇവിടെ ഈ പരിസരത്ത് ഒരു 10-30 അന്തേവാസികളുണ്ട്. അത് എപ്പോഴും ഉണ്ട് ഇവിടെ. ബാക്കി ദൂരെ നിന്നൊക്കെ വരുന്നതാണ്. മഴക്കാലമാണെങ്കിൽ 500 കൂടുതൽ വരും. ഇതൊന്നും അല്ല, നമ്മൾ തന്നെ പേടിച്ചു ഇവിടെ കാണുമ്പോൾ. എനിക്ക് തന്നെ ഒരു ഭയം തോന്നും. ഇവർക്ക് ചൂട് താങ്ങത്തില്ലല്ലേ? ചൂട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ഇപ്പൊ ചൂടത്ത് ആഹാരം കുറച്ചു. പറഞ്ഞ കേട്ടല്ലോ, മഴ സമയത്ത് അല്ല പുറത്തുള്ള സമയത്ത് ഇതിന് കൊടുക്കുന്ന ഭക്ഷണത്തിന് ചെലവുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിൽ നിന്നുള്ള വരുമാനത്തിൽ ഇതാ കൊടുക്കുന്നത്. ഡെയിലി ഒരു 2 കിലോ അരി വേണം. കടക്കാരൊക്കെ പിന്നെ അത് വില കുറച്ചൊക്കെ സാധനം അരിയൊക്കെ തരും. പിന്നെ ചില റേഷൻ കടയൊന്നും കിട്ടത്തില്ല. ഇപ്പം എല്ലായിടത്തും വലിയ പ്രശ്നമാണ്. പിന്നെ വല്ലതും ഇച്ചിരി കുത്തൽ പിടിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റേഷൻ കടക്കാർ ചിലപ്പം വിളിച്ചു പറയും, ഉണ്ട് പറയുമെന്ന് പറയും. പിന്നെ ബാക്കിയെല്ലാം സ്വന്തം പൈസ അല്ല, ആരും ഫ്രീയും തരത്തില്ല. ആരോടും നമ്മൾ ചോദിക്കാറുമില്ല. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ആഹാരം കൊണ്ടു കഴിക്കുന്നത്. അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഒരു നേരം കഴിക്കുന്ന പൈസയുടെ ഒരു വീതം നിങ്ങൾക്ക് കൊടുക്കുന്ന പോലെ ഉള്ളൂ. അതുപോലെ. അതെ. അപ്പൊ ഇവരെ കണ്ടോണ്ടിരിക്കുന്നതിന് ഭയങ്കര ഒരു പുണ്യമല്ല, ഭയങ്കര രസമല്ലേ? എപ്പോഴും ഇവിടെ തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുന്ന കണ്ടോ? നമുക്ക് എനിക്കൊരു പരിചയമില്ല. അതേ കണ്ടോ, പ്രാവ് എന്ന് പറയുന്ന ജീവി ഇതിന്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് വളർത്തുന്നതാണ്. ഇതൊക്കെ പേപ്പറിലും ഇതിനകത്തൊക്കെ വന്നിട്ടുള്ള. അതിന്റെ ഈ കവിളിന്റെ ഇവിടെ 2 ഇതുണ്ട്. അത് ഈ കുഞ്ഞുങ്ങൾക്ക് ഇതിന് കൊത്തി തീറ്റി എടുത്തിട്ട് ഇതിന് കൊണ്ട് കൊടുക്കാൻ മറ്റുള്ള ജീവികളെ പോലെ അറിയത്തില്ല. ഏതാ കൊക്കിൽ നിറച്ചിട്ട് കൊണ്ട് കൊടുക്കാൻ. ഇതിങ്ങനെ ഹാന്ന് വെക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ആണ് ഇതിനെ കിട്ടാനുള്ള ഈ വിറ്റാമിൻ സാധനവും വായിലോട്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇല്ലെന്നത്. ഇത് ഞാൻ ഈയിടെ ഒരു പേപ്പറിൽ ഇത് മാസികയിൽ വായിച്ച് മനസ്സിലാക്കിയത്.